ഗാസയിലെ ഇസ്രായേൽ നടപടിക്കെതിരായ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ്റെ പ്രസ്താവനയ്ക്കെതിരെ ശക്തമായ വിമർശനവുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ശരിക്കും അമേരിക്കൻ പ്രസിഡന്റ് തങ്ങളെ സഹായിക്കുകയാണോ അതോ നിരുത്സാഹപ്പെടുത്തുകയാണോ എന്നാണ് ഇപ്പോൾ തനിക്ക് തോന്നുന്നത് എന്നാണ് അദ്ദേഹം ഒരു അന്തർദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത്. കഴിഞ്ഞ ദിവസം ജോ ബൈഡൻ ഗാസയിലെ അഭയാർത്ഥികളുടെ പ്രശ്നത്തിൽ അതിയായ ഖേദം പ്രകടിപ്പിച്ചിരുന്നു. അദ്ദേഹം പ്രധാനമായും പറഞ്ഞത് ഇപ്പോൾ ഈ റംസാൻ വ്രതാരംഭം അടുത്തിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ താൻ അവിടുത്തെ ജനങ്ങളെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കുന്നു, താൻ ഏറെ ദുഃഖിതനാണ് അക്കാര്യത്തിൽ എന്നാണ് പറഞ്ഞിരുന്നത്. നേരത്തെ അമേരിക്ക നടത്തിയ പല ഒത്തുതീർപ്പ് ശ്രമങ്ങളോടും ബെഞ്ചമിൻ നെതന്യാഹു ഉൾപ്പെടെയുള്ള നേതാക്കൾ അത്ര നല്ല രീതിയിലായിരുന്നില്ല പ്രതികരിച്ചത് എന്നുള്ളത് കൊണ്ടായിരിക്കാം അമേരിക്കൻ പ്രസിഡന്റ് വീണ്ടും ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവനയുമായി രംഗത്തെത്തിയത്. നേരത്തെ ഹമാസ് തീവ്രവാദികളും ഇസ്രായേലും തമ്മിൽ താൽക്കാലിക വെടിനിർത്തൽ ഉടൻ തന്നെ ഉണ്ടാകുമെന്ന്, അത് മിക്കവാറും മാർച്ച് ആദ്യവാരം തന്നെ ഉണ്ടാകുമെന്നൊക്കെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള അമേരിക്കയിലെ ഭരണ രംഗത്തെ പ്രമുഖർ വെളിപ്പെടുത്തിയിരുന്നത്. പക്ഷേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് നേരെ തിരിച്ചാണ്. ഈ സമയത്തും ഇസ്രായേൽ ഗാസയിൽ അതിശക്തമായ രീതിയിലാണ് ആക്രമണം നടത്തുന്നത്. ഈ ഒരു സന്ദർഭത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായ പ്രകടനം നടത്തിയത്. എന്നാൽ ഈ അഭിപ്രായ പ്രകടനം തങ്ങളേറെ വേദനിപ്പിച്ചു എന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇസ്രായേൽ ഹമാസ് തീവ്രവാദികൾക്കെതിരെ പ്രയോഗിക്കുന്ന പല ആയുധങ്ങളും അമേരിക്കയിൽ നിന്ന് വരുത്തിയതാണ് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഏതാണ്ട് 100-ലധികം കരാറുകളിലൂടെയാണ് ഈ ആയുധങ്ങൾ മുഴുവൻ ഇസ്രായേൽ അമേരിക്കയിൽ നിന്ന് സ്വന്തമാക്കിയത് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വാർത്ത പുറത്തു വന്നിരുന്നു. എങ്കിലും ഈ ആയുധങ്ങളൊക്കെ തന്നെ ഈ ഇത്തരത്തിലുള്ള ഈ ഗാസയിലെ പാവപ്പെട്ട അഭയാർത്ഥികൾക്ക് നേരെ എന്തുകൊണ്ട് പ്രയോഗിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് അമേരിക്ക നേരത്തെ പലതവണ ഉത്കണ്ഠ പ്രകടിപ്പിച്ചിരുന്നു. അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളാണ് ഇത് ബാധിക്കുന്നത്. അതേസമയം ഇസ്രായേൽ പറയുന്നത് ഇവിടങ്ങളിലൊക്കെ തന്നെ, അത് റാഫയിലും മറ്റുമൊക്കെ തന്നെ ഒളിച്ചിരിക്കുന്ന ഹമാസ് തീവ്രവാദികളെ പിടികൂടാനാണ് തങ്ങൾ അവിടെ ആക്രമിക്കുന്നതും കെട്ടിടങ്ങൾ ഇടിച്ചു നിരത്തുന്നതും എന്നാണ്. പക്ഷേ ഇത് തീർത്തും അങ്ങോട്ട് പൂർണ്ണമായി ഉൾക്കൊള്ളാൻ അമേരിക്കയിലും തയ്യാറായിട്ടില്ല. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രസിഡന്റ് ജോ ബൈഡനും വൈസ് പ്രസിഡന്റ് കമല ഹാരിസും ഒക്കെ തന്നെ ഇസ്രായേലിൻ്റെ ഈ നിലപാടിനോട് ശക്തമായ വിയോജിപ്പ് അവരുടെ പ്രസ്താവനകളിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. നെതന്യാഹുവിൻ്റെ വാക്കുകളിൽ നിറയെ വിമർശനമാണ് നിറഞ്ഞു നിന്നത്. അദ്ദേഹം പറയുന്നത്, പ്രസിഡന്റ് ബൈഡൻ്റെ വാക്കുകൾ കേട്ടാൽ ഞാൻ എൻ്റെ സ്വകാര്യ അജണ്ടകൾ അതല്ലെങ്കിൽ സ്വകാര്യ താല്പര്യങ്ങൾ നടപ്പാക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഗാസയിൽ ആക്രമണം നടത്തുന്നത് എന്നാണ്. എന്നാൽ അത് ശരിയല്ലെന്നും താൻ ഇസ്രായേലിൻ്റെ പൊതു താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് എപ്പോഴും നിലകൊണ്ടിട്ടുള്ളതെന്നും നെതന്യാഹു ഒന്നുകൂടി ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ്. മാത്രവുമല്ല, ഹമാസിനെതിരായ പോരാട്ടത്തിൽ തനിക്ക് അറബ് രാജ്യങ്ങളുടെ ശക്തമായ പിന്തുണ ഉണ്ട് എന്നുകൂടി നെതന്യാഹു ഈ അഭിമുഖത്തിൽ അവകാശപ്പെട്ടിരിക്കുകയാണ്.